സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ച് അത് അക്രമാസക്തമായിരിക്കുകയാണ്. സംഘർഷമുണ്ടായിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസുമായി യുവമോർച്ച പ്രവർത്തകർ ഇപ്പോൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്വർണ്ണപ്പാളി വിവാദത്തിലാണ് ഇപ്പോൾ സർക്കാരിനെതിരെ പ്രതിഷേധം യുവമോർച്ച കടുപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രതിഷേധം നടക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലും യുവമോർച്ച പ്രതിഷേധത്തിലാണ്. ഇപ്പോൾ പോലീസുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർ. അവരെ തടയുവാനുള്ള ശ്രമം പോലീസും നടത്തുകയാണ്. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. ഡാൻ, എന്തെല്ലാം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ യുവമോർച്ച ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തുന്നത്? സർക്കാർ വിരുദ്ധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ച സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ച് അല്പസമയത്തിന് മുമ്പ് സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് എത്തിയത്. പതിവിൽ നിന്ന് വിപരീതമായി മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാനായി ഇവിടേക്ക് എത്തിയിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട BJP നേതാക്കളും ഈ പ്രതിഷേധ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് തിരിഞ്ഞതിന് പിന്നാലെയാണ് പ്രവർത്തകനും പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്ന തരത്തിലേക്ക് സാഹചര്യം മാറിയത്. പോലീസിന് നേർക്ക് വടികളും തൊടികളും കമ്പുകളും വലിച്ചെറിഞ്ഞ് തുടങ്ങിയതോടെയാണ് പോലീസ് ചെറുത്തുനിൽപ്പ് ആരംഭിച്ചത്. 2-3 പ്രാവശ്യം പോലീസ് ജലപീരയ്ക്ക് പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് സമീപം സംഘടിച്ചെത്തിയ പ്രവർത്തകർ വീണ്ടും പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഇപ്പോഴും MG റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം മുടക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം സെക്രട്ടേറിയറ്റിന്റെ 4 ഗേറ്റുകൾക്ക് മുമ്പിലും പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. പോലീസിന് നേർക്ക് മുദ്രാവാക്യം മുടക്കിക്കൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ MG റോഡ് ഉപരോധിക്കുകയാണ്. മഞ്ജു, ശ്രീ ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. യുവമോർച്ചയുടെ മാർച്ചാണ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് യുവമോർച്ച ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്.